ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ 10 ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു NBFC കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ, ഇതിൻ്റെ പ്രായപരിധി എത്രയാണ്, ഇതിൻ്റെ പലിശ നിരക്ക് എത്രയാണ്, ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ്, മറ്റ് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ്. ബാങ്ക് വായ്പകളും അതുപോലെ തന്നെ മറ്റ് വായ്പകളൊക്കെ ആവശ്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്കറിയാം, പല ആളുകളും ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാറുണ്ട്. ഈ ഒരു ലോണൊന്നും ലഭിക്കാതെ പോകുന്നതിനുള്ള കാരണം നിങ്ങളുടെ സിബിൽ സ്കോർ ആണ്. അപ്പോൾ ഇതെന്താണ് സിബിൽ സ്കോർ, എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സൗജന്യമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് സിബിൽ സ്കോർ കൂട്ടുക എന്നതിനെ കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്. ആ ഒരു വീഡിയോ എല്ലാ ആളുകളും കാണുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും നൽകുന്നുണ്ട്. മുഴുവൻ ആളുകളും ആ ഒരു വീഡിയോ ഒന്ന് കാണുക. ഇനി നമുക്ക് ഈടും ജാമ്യവും ഒന്നുമില്ലാതെ 10 ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള ഈ ഒരു NBFC ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു NBFCയുടെ പേരാണ് AU സ്മോൾ ഫിനാൻസ് ബാങ്ക്. നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് എന്താണ് ഇതിൻ്റെ മാനദണ്ഡങ്ങളെന്നും ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ പരിശോധിക്കാം. ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം. ഇത് ഗൂഗിൾ ബ്രൗസറാണ്. നമ്മളിവിടെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ വെബ്സൈറ്റ് താഴെ വന്നിട്ടുണ്ട്. ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് www.aubank.in എന്നാണ്. നമുക്ക് ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. നമുക്കിവിടെ ഇവിടെ കാണുന്ന പേഴ്സണൽ ലോൺ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടാനുസരണം വെറുതെ പറയുന്നതല്ല. ഇവരുടെ വെബ്സൈറ്റിൽ ഓരോ ധനകാര്യ സ്ഥാപനവും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ലോണുകളെക്കുറിച്ചും അവർ ലോണിൻ്റെ എലിജിബിലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഓരോ വീഡിയോയിലും നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഫേക്ക് അല്ല, അവരുടെ വെബ്സൈറ്റിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന ലോണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ ബാങ്കിലേക്കൊക്കെ പോയിട്ട് അവരോട് അന്വേഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലോൺ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവരോട് പറയാനായിട്ട് സാധിക്കണം. അപ്പോൾ അവരുടെ വെബ്സൈറ്റിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ഉൾപ്പെടെയാണ് നിങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ AU ബാങ്ക് എന്ന് പറയുന്ന ഈ ബാങ്കിൻ്റെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, അപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് പേഴ്സണൽ ലോൺ വി ഹെൽപ്പ് യു ഫുൾഫിൽ ഓൾ യുവർ ഡ്രീംസ് അപ്ലൈ നൗ എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ടോപ്പ് ഫ്യൂച്ചേഴ്സ് ഓഫ് AU പേഴ്സണൽ ലോൺ മീറ്റ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് ട്രാവൽ, എഡ്യൂക്കേഷൻ, ഹോം റിനോവേഷൻ, വെഡ്ഡിങ് എക്സെട്ര, വാഹനങ്ങൾ വാങ്ങിക്കാൻ, അതുപോലെ തന്നെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആവശ്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എന്തൊരു മെഡിക്കൽ ആവശ്യത്തിന്, നിങ്ങൾക്ക് എന്തൊരു ആവശ്യത്തിനും പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലോൺ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് 12 മാസം മുതൽ 60 മാസം വരെയാണ്. പിന്നെ അതുപോലെ തന്നെ എൻജോയ് കംപ്ലീറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ത്രൂ ഔട്ട് ദ റീപേയ്മെൻറ്റ് പീരീഡ്. പിന്നെ പേഴ്സണൽ ലോൺ EMI കാൽക്കുലേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്, അതുപോലെ തിരിച്ചടവ് കാലാവധി, ഇതിൻ്റെ പലിശ നിരക്കൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കുന്നതിന് മുമ്പ് മന്ത്ലി EMI എത്ര വരുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യേണ്ട സാധിക്കുന്നതാണ്. ഇതിൻ്റെ പലിശ നിരക്ക് വരുന്നത് 11% മുതൽ 30% വരെയാണ് വാർഷിക പലിശ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഐ ക്യാൻ റീപേ ദ ലോൺ ഇൻ 12 months 1 year. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 60 മാസം വരെയാണ് തിരിച്ചടവ് കാലാവധി വരുന്നത്. 60 മാസം എന്ന് പറഞ്ഞ സമയത്ത് 5 വർഷമാണ് ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് ലോൺ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ട സാധിക്കുന്നതാണ്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് AU പേഴ്സണൽ ലോൺ, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 5-step digital process. Get a personal loan in an easy 5-step digital process experience through
കൺവീനിയൻസ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. 5 സ്റ്റെപ്പുകളാണുള്ളത്. നോ കൊളാട്രൽ, യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നും ആവശ്യമില്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, ഗ്യാരണ്ടർ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ലാതെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ലോണ് നൽകുന്നത്. മിനിമം ഡോക്യുമെന്റേഷൻ, എൻജോയ് ഈസി ആൻഡ് ഹാസൽ ഫ്രീ ലോൺ പ്രോസസ് വിത്ത് മിനിമൽ ഡോക്യുമെന്റേഷൻ. മിനിമൽ ഡോക്യുമെന്റേഷൻ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഫ്ലെക്സിബിൾ ടെന്യൂർ, 12 മാസം മുതൽ 60 മാസം വരെയുള്ള തിരിച്ചടവ് കാലാവധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വായ്പ ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് AU പേഴ്സണൽ ലോൺ, ഇതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുഴുവൻ എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ പേഴ്സണൽ ലോൺ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഈ ഒരു ലോൺ ലഭിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു എലിജിബിലിറ്റി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു വായ്പ ലഭിക്കുകയുള്ളൂ. ഇതിന്റെ എലിജിബിലിറ്റി എന്താ നമുക്ക് നോക്കാം. യു ഷുഡ് ബി ആൻ ഇന്ത്യൻ റെസിഡന്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള ആളുകളായിരിക്കണം. രണ്ടാമത്തത് മിനിമം ഏജ് ലിമിറ്റ് 23 വയസ്സാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ അപ്ലിക്കൻറ്റ് മാക്സിമം ഏജ് ലിമിറ്റ് 60 വയസ്സാണ്. 60 വയസ്സിനും 23 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക. അടുത്തത് യു ക്യാൻ അവൈൽ എ പേഴ്സണൽ ലോൺ ഫോർ എ മിനിമം റീപേയ്മെന്റ് ടെന്യൂർ ഓഫ് 12 months, മാക്സിമം റീപേയ്മെന്റ് ഡ്യൂറേഷൻ ഓഫ് 5 years. 12 മാസം മുതൽ 5 വർഷം വരെയാണ് ഇതിന് തിരിച്ചടവ് കാലാവധി. യു മേ അപ്ലൈ ഫോർ ആൻ എമൗണ്ട് അപ് ടു ഇന്ത്യൻ റുപ്പീസ് 10 lakh. 10 ലക്ഷം രൂപ വരെയാണ് ഇത് ഇവരുടെ ഈ ഒരു വായ്പ ലഭിക്കുക. 25,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യും, ഇവർ വായ്പ നൽകുന്നുണ്ട്. സ്റ്റെപ്പ് ടു അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ, ഇതിന്റെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലിക്ക് ഓൺ ദ അപ്ലൈ നൗ ബട്ടൺ എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ ഈ ഒരു വെബ്സൈറ്റിൽ കാണുന്ന അപ്ലൈ എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. വെരിഫൈ യുവർ ഡീറ്റെയിൽസ്, നമ്മുടെ വെരിഫൈ നിങ്ങളെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്യാം. ചെക്ക് യുവർ പ്രീ അപ്രൂവ്ഡ് ലോൺ ഓഫർ, അതിനുശേഷം എന്ത് ചെയ്യും, ചെക്ക് യുവർ പ്രീ അപ്രൂവ്ഡ് ലോൺ ഓഫർ ചെക്ക് ചെയ്യാം. അതിനുശേഷം ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ്, ഇത്രയും 4 സ്റ്റെപ്പുകളാണുള്ളത്. ഫീസ് ആൻഡ് ചാർജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സിംഗ് ഫീസ് വരുന്നത് 4%. നമുക്ക് എത്ര രൂപയാണോ ലോൺ പാസ്സാവുന്നത് ആ ഒരു ലോൺ തുകയുടെ 4% നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രോസസ്സിംഗ് ഫീസായിട്ട് നൽകേണ്ടി വരും. പിന്നെ അടുത്തായിട്ട് നോ ചാർജസ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ, യാതൊരു ഡോക്യുമെന്റേഷൻ ചാർജ് വരുന്നില്ല. സ്റ്റാമ്പിംഗ് ചാർജ് ആസ് പെർ ദ സ്റ്റേറ്റ് സ്റ്റാമ്പ് ആക്ട്. പിന്നെ അതുപോലെ തന്നെ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് വരുന്നുണ്ട് 3% പെർ മന്ത് ആണ്. പിന്നെ പ്രീപേയ്മെന്റ് ഓർ ഫോർക്ലോഷർ ചാർജസ് വരുന്നുണ്ട്. FAQ റിലേറ്റഡ് ടു പേഴ്സണൽ ലോൺ, ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട FAQ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ അഡ്രസ്സും കാര്യങ്ങൾക്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു ബാങ്കാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ധൈര്യത്തിൽ ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലോട്ട് വന്നിട്ട് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഈ കാണുന്ന ഭാഗത്ത് അപ്ലൈ നൗ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത്. അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് ഇട്ടിട്ട് സെൻഡ് OTP കൊടുക്കുക. സെൻഡ് OTP കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമ്മൾ ഏത് നമ്പറാണോ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തത് ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇതിന് താഴെയായിട്ട് ഈ കാണുന്ന ഭാഗത്ത് എന്ത് ചെയ്യും, ഒരു OTP വരുന്നതാണ്. നമുക്ക് അവിടെ OTP എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകളെല്ലാം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ലോണിന് ഒരു കാരണവശാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ ലോൺ എടുക്കുക, തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുത്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്.